ഷീജ. 99.69% ഇത്തവണത്തെ വിജയ ശതമാനം. സന്തോഷകരമായ വാർത്ത തന്നെയാണ്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് 892 സർക്കാർ സ്കൂളുകൾക്ക് 100 മേനി വിജയം എന്ന വലിയൊരു നേട്ടം കൂടി ഇത്തവണത്തെ പരീക്ഷാഫലം പുറത്തുവരുമ്പോൾ വരുന്നു എന്നത് തന്നെയാണ്. തീർച്ചയായും അഞ്ജന, ഏതായാലും ഇത് തുടർച്ചയായ 3-ാം വർഷമാണ് 99% മുകളിൽ SSLCയുടെ വിജയശതമാനം എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ തവണ അത് 99.7% ഇത്തവണ 0.01% കുറവ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. അതായത് അതിന് പുറമെ എടുത്തു പറയേണ്ടത് A+ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം അതിൽ വർധനവുണ്ടായിട്ടുണ്ട്. 3227 പേരുടെ വർധനവ് ആണ് അതിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് 71,831 എന്നുള്ളതാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത്. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണ്. 99.92%. കുറവ് തിരുവനന്തപുരമാണ് 99.08%. അതിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയത് മലപ്പുറം ജില്ലയിലാണ്. 4,934 എന്നുള്ളതാണ് ഇതിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഗൾഫ് മേഖലയിലെ വിജയശതമാനം 96.81%. ലക്ഷദ്വീപിലെ വിജയശതമാനം 97.19%. പാലയിലാണ് ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ 100% വിജയം നേടിയിട്ടുള്ളത് പാലയാണ് എടുത്തു പറയേണ്ടത്. അതിനൊപ്പം തന്നെ മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്, അതായത് അത്തരത്തിൽ 100 മേനി വിജയം നേടിയ സർക്കാർ സ്കൂളുകളുടെ എണ്ണം 892, എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം 1139. ആകെ സ്കൂളുകൾ എന്ന് പറയുന്നത് 2024 2474 ആയി എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഇനി അടുത്ത തവണ മുതൽ ഒരു മാറ്റം വരുത്താനും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. അത് മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 2025 മുതൽ എഴുത്തു പരീക്ഷയിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തുക എന്ന മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറെ കാലങ്ങളായി തന്നെ ഇല്ല. അത് പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനയാണ് നടത്തുന്നത്. അത്തരത്തിൽ വരുമ്പോൾ ഓരോ വിഷയങ്ങൾക്കും 12 മാർക്ക് എന്നുള്ളൊരു മിനിമം മാർക്ക് വേണ്ടിവരും. നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ മാർക്ക് കൂടി ചേർത്തായിരിക്കും ഇവരുടെ ഫലം പ്രഖ്യാപിക്കുക. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തും എന്ന് തന്നെയാണ് ഏതായാലും മന്ത്രി വ്യക്തമാക്കുന്നത്. ഇപ്പോഴത്തെ പരീക്ഷയുടെ തുടർകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പുനർമൂല്യനിർണ്ണയത്തിന് വിദ്യാർത്ഥികൾക്ക് ഈ മാസം 15 വരെ അപേക്ഷിക്കാൻ സാധിക്കും. 9 മുതൽ 15 വരെ. തുടർന്ന് സേ പരീക്ഷ മെയ് 28 മുതൽ ജൂൺ 6 വരെ ആയിരിക്കും സേ പരീക്ഷ നടക്കുക. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ടും ആർക്കും ആശങ്ക ഒന്നും തന്നെ വേണ്ട എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. കാരണം നിലവിൽ 4,66,261 സീറ്റുകൾ ആകെയുണ്ട്. ഹയർ സെക്കൻഡറിയിലും VHSCയിലുമായി ഉണ്ട്. അതിനൊപ്പം തന്നെ മാർജിനൽ സീറ്റ് വർധനവിന്റെയും ബാച്ച് വർധനവിന്റെയും കൂടെ കണക്കിലെടുക്കുമ്പോൾ 73,724 സീറ്റുകൾ അധികമായും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകൾ ഒന്നും തന്നെ വേണ്ട എന്നുകൂടിയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അഞ്ജന.